ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ജുറാസിക് വേൾഡ് റീബർത്ത് എന്നാണ് ഇതിൻ്റെ പേര്. റീബർത്ത് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു പുനർജന്മം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ കഥ. നമുക്കറിയാം ജുറാസിക് പാർക്ക് അങ്ങനെ ഒരുപാട് അതിൻ്റെ യൂണിവേഴ്സ് ഇറങ്ങിയത് ഏകദേശം എനിക്ക് തോന്നുന്നു 7ാമത്തെ യൂണിവേഴ്സ് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. എല്ലാ യൂണിവേഴ്സും ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള യൂണിവേഴ്സ് കണ്ടിട്ട് അന്നൊക്കെ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം നമ്മുടെ മുമ്പിലേക്ക് ആദ്യമായിട്ട് ഒരു ജുറാസിക് എന്താ പറയുക പറയുമ്പോൾ അങ്ങനെയുള്ള സംഭവം ഡിനോസർ അതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതിൽ ആ ചെറിയ പ്രായത്തിൽ കാണുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നിയിരുന്നു. അങ്ങനെ വേണ്ട നീണ്ട ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും അങ്ങനെ ഒരു ചിത്രം വീണ്ടും കണ്ടിരിക്കുക. ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറയുന്ന ചിത്രം പൂർണ്ണമായിട്ടും റീബർത്ത് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉയർത്തിയായിരുന്നപ്പോൾ അല്ലെങ്കിൽ വീണ്ടും ഒരു ജനം എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഐസ്ലാൻഡിലാണ് കഥ സ്റ്റാർട്ടിങ് തന്നെ ആരംഭിക്കുന്നത്. ഒരു റിസർച്ച് സെൻറ്റർ കാണിക്കുന്നുണ്ട്. സാധാരണ നോർമലി എങ്ങനെയാണ് സംഭവിക്കുക അതേപോലെ തന്നെ റിസർച്ച് ചെയ്യുന്ന കുറച്ച് വ്യക്തികൾ ആ സമയത്ത് ഡിനോസറുമായി ചെക്കിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓർക്കണം. ഏകദേശം 7 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എന്താ പറയുക ഒരുപാട് യൂണിവേഴ്സ് വന്നാണ്. അന്നും റിസർച്ച് ഇന്നും റിസർച്ച് തന്നെയാണ്. അപ്പോൾ വീണ്ടും ആ ഡിനോസറിനെ എന്താ പറയുക റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ചെറിയൊരു പേപ്പർ പോലത്തെ ഒരു സംഭവം അത് കൈവിട്ട് പോകുന്നു. നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ലോക്കാവുന്നു. വീണ്ടും അത് പുറത്തോട്ട് ഇറങ്ങുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും പുതിയൊരു സ്ഥലവും അവിടുത്തെ ശാന്തയോടുള്ള പ്ലേസ്മെൻറ്റും കാണിക്കുന്നുണ്ട്. അതിനെ പിടിക്കാൻ വേണ്ടി കുറച്ച് ഒരു ടീം തന്നെ മുന്നോട്ട് ഇറങ്ങുന്നു. അവരുടേതായ ഫാമിലിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇമോഷണലോട് പറയാൻ വേണ്ടി ശ്രമിക്കുമെങ്കിൽ പോലും ആ ഇമോഷണലായി തോന്നുന്ന യാതൊരു കണ്ടിന്യൂറ്റിയും തന്നെ ആ കഥാപാത്രത്തിനോടോ അല്ലെങ്കിൽ ആ സ്റ്റോറിയോടോ നമുക്ക് ഒന്നും ടച്ച് തോന്നുന്നില്ല. അതൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതിനിടയ്ക്ക് അവർ സഞ്ചരിക്കുന്നു. നേരെ അതിനെ പിടിക്കാൻ വേണ്ടി ഒരു പുതിയൊരു മരുന്ന് ശേഖരിക്കുന്ന തിമിംഗലത്തിൻ്റെ മരുന്നൊക്കെ ശേഖരിക്കുന്ന ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആ ഭാഗം കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ തന്നെയാണ് അതൊക്കെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അതും കൊള്ളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ സിനിമാഗ്രഫി അതുപോലെ തന്നെ ക്യാമറ പരിപാടിയും കാര്യങ്ങളൊക്കെ ഒരു ഓക്കെ ലെവലിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ കടലിൽ വെച്ചുള്ള സീൻസ് കാണിക്കുന്നു. അതിൻ്റെ അപ്പുറത്തൊരു തന്നെ വേറൊരു ഫാമിലിയും കടന്നു വരുന്നുണ്ട്. അവർക്കിടയിലേക്ക് സംഭവിക്കുന്നു. പിന്നെ എങ്ങനെ രണ്ടുപേരും ഒരു അങ്ങനെ കണക്ട് ആവുന്നത് കാണിക്കുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത രണ്ടുപേരും ക്ലൈമാക്സ് അവസാന ഭാഗത്ത് മാത്രമാണ് കണ്ടുമുട്ടുന്നതും മറ്റൊരു കാര്യം തന്നെയാണ്. കാരണം എത്തിപ്പെടുന്നു. അതിന് നിരക്ക് ശേഷം സ്ഥിരം പോലെ തന്നെ ഒരു ഫോറസ്റ്റിൻ്റെ അവിടെ അവതെത്തുന്നുണ്ട്. അപ്പോൾ കാണിക്കുന്ന ബാൻഡ് സ്കോർ ആണെങ്കിലും അതുപോലെ തന്നെ ആ സീൻസും കാണിക്കുന്ന നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആ വാട്ടറിൽ നടക്കുന്ന സീൻസും അതുപോലെ തന്നെ പശ്ചാത്തലമായി വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ കളർ ഗ്രേഡിങ് ആണെങ്കിലും എല്ലാം ഓക്കെ ലെവൽ തന്നെയായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ പാളിപ്പോയെന്ന് വെച്ചാൽ ഇതിൻ്റെ തിരക്ക് തന്നെയാണ് ഏറ്റവും വലിയ വില്ലനായിട്ട് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വാവ് ഫാക്ടർ എവിടെയും തരുന്നില്ല. കാരണം ഡിനോസറിനെ കാണുമ്പോൾ തന്നെ വാവ് അല്ലെങ്കിൽ എന്താ പറയുക ഇൻഡസ്ട്രി രോമാഞ്ചം വരുന്ന പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ആ സാധനം എവിടെയും കിട്ടുന്നില്ല. പിന്നെ 3Dയിൽ നിന്നും ഒരു 2Dയിലോട്ട് മാറുമ്പോഴും പക്ഷേ യാതൊരു ഗുണമേന്മയോ അല്ലെങ്കിൽ 3Dയിൽ കാണാനുള്ള ഒന്നും തന്നെ പടത്തിൽ ഇല്ലെന്നാണ് എൻ്റേതായിട്ട് അഭിപ്രായം. കാരണം ഒട്ടും തന്നെ എന്താ പറയുക ഒരു ക്യൂരിയോസിറ്റി അങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനെ ഡിനോസറിനെ പിടിക്കുകയോ ഇല്ലയോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഇത് ക്ലൈമാക്സ് എന്തോ ആൾക്ക് എന്നും അവസാനിപ്പിക്കാൻ താല്പര്യമില്ലാത്ത പോലെ തന്നെ എൻ്റെ ക്ലൈമാക്സും കൊണ്ട് അവസാനിപ്പിച്ചത് അതും വലിയൊരു പോരായ്മയായിട്ട് ഇരിക്കപ്പെട്ടു. എനിക്ക് ഒട്ടും തന്നെ ക്ലൈമാക്സോ കാര്യങ്ങളൊന്നും തന്നെ വർക്കായിട്ടില്ല. ഒരു പക്ഷേ എന്താ പറയുക കൂടുതലായിട്ട് എന്താ പറയുക ജുറാസിക് പറയുന്ന സീരീസ് കാണാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് ഒന്നും എന്താ പറയുക ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പടം. അത് തന്നെയാണ് എൻ്റേതായിട്ടുള്ള അഭിപ്രായം. വീണ്ടും ഞാൻ പറയുന്നു. ഇതിന് അവസരമായി ഞാൻ പറഞ്ഞില്ല ചില സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഡിനോസർ നേരെ ഒരു കടലിലോട്ട് ഇറങ്ങുമ്പോഴുള്ള ഭാഗമായിട്ട് ഇറങ്ങുന്ന ഭാഗത്ത് കാണിക്കുന്നത് ചെറിയ കുട്ടിയെ പിടിക്കുന്ന ഭാഗത്തൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം അപ്പോഴൊന്നും ചെറിയൊരു പേടിപ്പെടുത്തുന്ന ചില സീൻസൊക്കെ ഒരു ഓക്കെ ലെവൽ തന്നെയായിരുന്നു. അതുമാത്രമല്ല നേരെ അവർ കടലിലോട്ട് എത്തുമ്പോൾ ഒരു 2 മലക്കിടയിലോട്ട് വരുന്നൊരു സീൻസ് കാണിക്കുന്നുണ്ട്. അതും അത്യാവശ്യം ഒരു ഓക്കെ ലെവൽ തന്നെയാണ്. കാരണം ചില സീൻസൊക്കെ അത്ര ഇൻട്രസ്റ്റ് ചെയ്യാൻ ഇടയ്ക്ക് കുറേ ഡ്രാഗൺ കുഞ്ഞുങ്ങളും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നല്ല കോമഡിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള ഒരു ഡിനോസറാന്ന് തോന്നുന്നുണ്ട്. പട്ടിണി കിടന്നിട്ടുള്ള ഒരു ഡിനോസർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലങ്ങളായി അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നു റിസർച്ച് സെൻറ്ററിൽ. അവിടെ നിന്ന് ചാടി നേരെ പുറത്തോട്ട് വരുന്നുണ്ട്. പുറത്തോട്ട് വരുന്ന സമയത്തൊക്കെ എന്താ പറയുക ദാരിദ്ര്യം പിടിച്ചിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. കാരണം ഇതിൽ ഡിനോസർ കുഞ്ഞുങ്ങളെ കാണിക്കുന്നുണ്ട് ഭക്ഷണത്തിന് വേണ്ടി അലയുന്ന ഭാഗങ്ങളൊക്കെ ആയിട്ട്. അതൊക്കെ നല്ലൊരു കോമഡി ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടാണ്. അതുമാത്രമല്ല ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ അവസാനം ഭാഗത്ത് കുറേ ഡിനോസർ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ആനകളൊക്കെ കാണിക്കുന്ന പോലെ വലിയൊരു സൂം ചെയ്തിട്ട് ഡിനോസർ കാണിക്കുന്നില്ലേ വല്ല എമ്മണ്ടം സാധനങ്ങൾ ഒരു 5-6 ഇറക്കി വിടുന്നുണ്ട് അവസാന ഭാഗത്ത്. പക്ഷേ അതാരും ഉപദ്രവിക്കുന്ന ഭാഗം കാണിക്കുന്നില്ല. അതിൻ്റെ ഇടയിലേക്ക് ഇതിൽ നമ്മുടെ കഥാനായകൻ പറഞ്ഞിട്ടുള്ള ആ വ്യക്തി പോയിട്ട് നമ്മുടെ ആനയുടെ കാലുമ തുറന്ന പോലെ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ഭാഗം കാണിക്കുന്നത്. ശരിക്കും ഞാൻ വിചാരിച്ചു ഇത് ആനയാണെന്ന്. കാരണം അത്രയും വലിയ ക്യാൻവാസിൽ വലിയ കാലൊക്കെ കൊടുത്തുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ എന്താ പറയുക സിങ്കായി നിൽക്കുന്ന ഭാഗം കാണിക്കുന്നത്. എന്നിട്ട് ബാക്കിലോട്ട് നോക്കുമ്പോൾ ഈ ആനകളൊക്കെ നടന്ന് പോകുന്ന പോലെ 5-6 ഡിനോസറുകളൊക്കെ എമ്മണ്ടം സാധനങ്ങൾ നടന്ന് പോകുന്നത് കാണിക്കുന്നുണ്ട്. അതൊക്കെ പക്ഷേ എന്താ പറയുക നല്ലൊരു രീതിയിൽ തന്നെ വർക്ക് ചെയ്യിക്കാമായിരുന്നെങ്കിൽ പക്ഷേ അത് ഒരു കുറച്ചും കൂടി ഒരു
എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ നമുക്ക് വർക്കാകുമായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പം തന്നെ പടത്തിലോട്ട് ഉടനീളം കൊണ്ട് കാണിക്കുന്നില്ല. പിന്നെ നമ്മുടെ ഒരു ഇംഗ്ലീഷ് ഫിലിമാണ്, നമ്മൾ കൂടുതലായിട്ട് ഇവിടെ വിലയിരുത്തിയിരിക്കുക യാതൊരു ഗുണമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അപ്പോൾ ഡിനോസർ റീബർത്ത് എന്ന് പറയുമ്പോൾ, വേൾഡ് റീബർത്ത് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും എനിക്കൊരു ആവറേജിന് താഴെ നിൽക്കുന്ന അനുഭവമായിട്ടാണ് തോന്നുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ചിത്രം കണ്ടിട്ടുള്ള വ്യക്തിയാണ്, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.